ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് യോജിച്ച ഒരു നല്ലൊരു ലാപ്ടോപ്പ് എങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ ലാപ്ടോപ്പ് ബൈയിങ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് കാണാം. അപ്പോൾ ആ വീഡിയോയിൽ പറയാത്ത കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. കോമൺ ആയിട്ട് രണ്ട് ബിൽഡാണ് ലാപ്ടോപ്പിൽ വരാറുള്ളത്, പ്ലാസ്റ്റിക് ബിൽഡും അതേപോലെ തന്നെ മെറ്റൽ ബിൽഡ്. നമ്മൾ വില കുറഞ്ഞ ലാപ്ടോപ്പുകളിലൊക്കെ കാണാറുള്ളത് പ്ലാസ്റ്റിക് ബിൽഡാണ്. അതേപോലെ വില കുറഞ്ഞ ഗെയിമിംഗ് ലാപ്ടോപ്സിലൊക്കെ പ്ലാസ്റ്റിക്കാണ് കാണാറുള്ളത്. എന്നാൽ ഇതിനേക്കാൾ നല്ല പ്രീമിയം ലുക്കും പ്രീമിയം ക്വാളിറ്റിയൊക്കെ തരുന്നതാണ് മെറ്റൽ ബിൽഡുള്ള ലാപ്ടോപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്പാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽ ബിൽഡുള്ള ഒരു ലാപ്ടോപ്പ് എടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാപ്ടോപ്പിൻ്റെ കീബോർഡാണ്. കീബോർഡിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ സ്റ്റോറിലൊക്കെ പോയിട്ടാണ് ലാപ്ടോപ്പ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഓൺലൈനിലൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിംഗ് ലാപ്ടോപ്സിലും നല്ല കീബോർഡാണ് വരാറുള്ളത്, നല്ല ക്വാളിറ്റിയുള്ള കീബോർഡാണ് വരാറുള്ളത്. അതേപോലെ തന്നെ കീബോർഡിൻ്റെ കീ ട്രാവൽ നമ്മൾ നോക്കണം. കീ ട്രാവൽ കൂടിയെന്ന് വിചാരിച്ച് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നല്ലതാവില്ല. കീബോർഡിന് നല്ല ക്വാളിറ്റി കൂടെ വേണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ മെച്ചപ്പെടും. കീബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പല ലാപ്ടോപ്സിലും ചീപ്പ് ലാപ്ടോപ്സിലൊക്കെ കീബോർഡിൻ്റെ കൂടെ പവർ ബട്ടൺസ് വരുന്ന ലാപ്ടോപ്സ് കണ്ടിട്ടുണ്ട്. അതായത് കീബോർഡിൻ്റെ ഒരു കീയുടെ അതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്, ലാപ്ടോപ്പിൻ്റെ പവർ ബട്ടൺ. അപ്പോൾ അങ്ങനെയുള്ള ലാപ്ടോപ്സ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിന് പകരം കീബോർഡിൻ്റെ പുറത്ത് നല്ല ക്വാളിറ്റിയുള്ള പവർ ബട്ടണുള്ളൊരു ലാപ്ടോപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കീബോർഡിൻ്റെ ഒപ്പം പവർ ബട്ടൺ വരുന്ന ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ പവർ ബട്ടന് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല, പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള ലാപ്ടോപ്സ് വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ എല്ലാ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ചിലത് നല്ല ഫാസ്റ്റ് ഉണ്ടാവും, ചിലത് ഫാസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ലാപ്ടോപ്പിലെ പോർട്സ്, നമുക്ക് അത്യാവശ്യം വേണ്ട പോർട്സൊക്കെ ലാപ്ടോപ്പിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു USB 3.0 പോർട്ടെങ്കിലും ഉള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങളുടെ ഫയൽ ട്രാൻസ്ഫറിംഗ് ഒക്കെ കുറച്ചുകൂടെ സ്പീഡാക്കാൻ നമുക്കത് സഹായിക്കും. അതേപോലെ ഒരു USB Type-C പോർട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫയൽ ട്രാൻസ്ഫറിങ്ങിനൊക്കെ അതും സഹായിക്കും. അതേപോലെ Type-C ഫ്യൂച്ചർ പ്രൂഫാണ്. ഇനി വരുന്ന കൂടുതൽ കാര്യങ്ങളിലും Type-C ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഫ്യൂച്ചർ പ്രൂഫാണ് ഒരു Type-C പോർട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ USB പോർട്ട്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ Type-C പോർട്ടിലേക്ക് ഒരു OTG കണക്ട് ചെയ്തിട്ട് അത് USB പോർട്ടാക്കാനും കഴിയും. പിന്നെ നിങ്ങൾ ഓഫീസ് യൂസിനൊക്കെയാണ് ലാപ്ടോപ്പ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു പോർട്ടാണ് RJ45 പോർട്ട്. അത് പല ലാപ്ടോപ്സിലും ഇപ്പോൾ വരാറില്ല. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് DVD ഡ്രൈവാണ്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഏത് ലാപ്ടോപ്സിലും DVD ഡ്രൈവ് അങ്ങനെ കാണാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2021 ആവാനായി ഏകദേശം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു DVD ഡ്രൈവിൻ്റെ ആവശ്യം അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ റയറായിട്ടേ നമുക്ക് അതിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ അതില്ലാത്തൊരു DVD ഡ്രൈവ് ഇല്ലാത്ത ലാപ്ടോപ്പ് എടുക്കുന്നതാവും നല്ലത്. ഇത് ഇല്ലാത്ത ലാപ്ടോപ്പ് എടുക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ DVD ഡ്രൈവ് നോക്കി പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഉള്ള ലാപ്ടോപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ചില ലാപ്ടോപ്സിൽ മാത്രമേ ഈ DVD ഡ്രൈവ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ DVD ഡ്രൈവ് ലാപ്ടോപ്പിൽ വരുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ തിക്നെസ് കുറച്ച് കൂടും. അപ്പോൾ തിക്നെസ്സൊക്കെ കുറക്കാനാണ് ഈ DVD ഡ്രൈവ് മെയിനായിട്ട് ഒഴിവാക്കുന്നത്. ഇനി നിങ്ങൾക്ക് DVD അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ DVD ഡ്രൈവ് വാങ്ങുന്നതാണ്. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള DVD ഡ്രൈവിന് ഒരു 1500 രൂപ കൊടുത്താൽ നമുക്ക് എക്സ്റ്റേണൽ DVD ഡ്രൈവ് കിട്ടും. അപ്പോൾ അത് എടുക്കുന്നതാവും കൂടുതൽ നല്ലത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡിസ്പ്ലേ പാനലാണ്. മെയിനായിട്ട് രണ്ട് പാനൽസാണ് വരാറുള്ളത്, TN പാനലും അതേപോലെ തന്നെ IPS പാനലും. ഈ TN പാനൽ എന്ന് പറയുമ്പോൾ ചീപ്പ് ലാപ്ടോപ്സിൽ വരുന്നതാണ്, ചീപ്പ് ഗെയിമിംഗ് ലാപ്ടോപ്സിന് വരാറുണ്ട്. TN പാനലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വ്യൂയിങ് ആംഗിൾസ് വളരെ മോശമായിരിക്കും. നമ്മളിപ്പോൾ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈഡിലൂടെ നമ്മൾ ലാപ്ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് അത്ര നന്നായിട്ട് നമുക്ക് അതിലുള്ളൊന്നും കാണാൻ കഴിയില്ല. ഒരു ഫേഡഡ് എഫക്റ്റ് ആയിരിക്കും, വ്യൂയിങ് ആംഗിൾസ് വളരെ മോശമായിരിക്കും. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു IPS പാനലുള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ വ്യൂയിങ് ആംഗിൾസ് ഓക്കെ ആയിരിക്കും. നമ്മൾ സൈഡിൽ നിന്ന് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ IPS ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്സ് നിങ്ങൾ ചില ലാപ്ടോപ്സിൽ കണ്ടിട്ടുണ്ടാവും, ബാക്കിൽ നിന്നൊക്കെ ഒരു ലൈറ്റ് വരുന്ന സമയത്ത്, ഡിസ്പ്ലേയിലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത്
റിഫ്ലക്ഷൻ വരും. ഒരു മിറർ പോലെ ആയിരിക്കും ആ ഡിസ്പ്ലേ ഉണ്ടായിരിക്കുന്നത്. റിഫ്ലക്ഷൻ നന്നായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ചില സമയത്തൊക്കെ ഡിസ്ട്രാക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു മാറ്റ് കോട്ടിംഗ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങളുടെ ലാപ്ടോപ്പിനുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ റിഫ്ലക്ഷൻ തടയാൻ സഹായിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാറ്റ് കോട്ടിംഗ് എന്നൊക്കെ നമുക്ക് സ്പെസിഫിക്കേഷൻസിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അത് ചെക്ക് ചെയ്യാൻ കഴിയും. ഡിസ്പ്ലേയിലേക്ക് ജസ്റ്റ് നോക്കിയാൽ മതി ഒരു മാറ്റ് കോട്ടിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ ഫോട്ടോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കളർ ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അതിന് എത്ര കളർ ആക്യുറസി ഉണ്ട് എന്നുള്ളത്. സാധാരണ ലാപ്ടോപ്സിലൊക്കെ 45% ആണ് കളർ ആക്യുറസി വരാറുള്ളത്. അത് നോർമൽ യൂസേജിന് ഓക്കെയാണ്, ഒരു കുഴപ്പങ്ങളുമില്ല. എന്നാൽ വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ കളർ ആക്യുറസിയില്ല 45%-നേക്കാളൊക്കെ നല്ല മുകളിലുള്ള ഒരു കളർ ആക്യുറസി ഉള്ള ഡിസ്പ്ലേ എടുക്കാൻ ശ്രമിക്കുക. 95% കളർ ആക്യുറസി ഉള്ള ലാപ്ടോപ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എഡിറ്റിങ്ങിനും ഫോട്ടോ എഡിറ്റിങ്ങിനൊക്കെ നല്ല ലാപ്ടോപ്പുകളായിരിക്കും. അപ്പോൾ ഇതുകൂടെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ഒരു FPS ഗെയിമറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിഫ്രഷ് റേറ്റ് നോക്കണം. അതായത് നിങ്ങൾ ഭയങ്കര FPS ഒക്കെ കൂട്ടിയിട്ട് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് വാങ്ങുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല FPS ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിക്കുക. ഒരു 100 FPS നിങ്ങൾക്ക് ആ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീന് ഒരു സാധാരണ റിഫ്രഷ് റേറ്റ് ഇല്ല. സാധാരണ റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ 60 Hz ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾ 100 FPS ഉള്ള ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ 100 FPS എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. 60 Hz ആണ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ്. അപ്പോൾ 60 FPS വരെയുള്ള ഫ്രെയിം റേറ്റ് മാത്രമേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി 40 FPS വേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂടുതൽ FPS ഉള്ള ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു 120 അല്ലെങ്കിൽ 144 Hz ഒക്കെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ ശ്രദ്ധിക്കാനുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്. സാധാരണ ലാപ്ടോപ്സിലൊക്കെ 220 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരാറുള്ളത്. അത് സ്പെസിഫിക്കേഷൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഓക്കെയാണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് 220 നിറ്റ്സ് ഓക്കെയാണ്. എന്നാൽ നിങ്ങൾ പുറത്ത് നിന്നൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 220 നിറ്റ്സ് മതിയാവില്ല. ഒരു 300 നിറ്റ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ലാപ്ടോപ്പ് എടുക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. എന്നാൽ പുറത്ത് നിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് പറയാനുള്ളതാണ് സ്റ്റോറേജ് ടൈപ്പ്. 2 സ്റ്റോറേജ് ടൈപ്പാണുള്ളത്, HDD അതേപോലെ SSD. കൂടുതൽ ലാപ്ടോപ്സിലും HDD ആണ് സ്റ്റോറേജ് ഓപ്ഷൻസ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം ഒഴിവാക്കിയിട്ട് ഒരു SSD എടുത്താൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. കാരണം SSD എടുക്കുന്ന സമയത്ത് ആ സ്റ്റോറേജിൻ്റെ ഫാസ്റ്റ് കൂടുമെന്ന് മാത്രമല്ല വേറെയും കുറേ ഉപകാരങ്ങൾ SSDക്ക് ഉണ്ട്. ഇപ്പോൾ SSDയുടെ ഉപകാരങ്ങൾ പറയുമ്പോൾ ഒന്ന് നമ്മുടെ സ്പീഡ് കൂടും. അതായത് നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ബൂട്ട് ചെയ്യാനുള്ള ടൈം കുറയും, പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറും ഗെയിമും ഒക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ്വെയറോ ഗെയിമോ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെൻഡറിങ്ങും എക്സ്പോർട്ടിങ്ങും ഫാസ്റ്റ് ആവും, ഫയൽ ട്രാൻസ്ഫറിങ് ഫാസ്റ്റ് ആവും. ഈ ഒരു വിൻഡോസ് അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ അപ്ഡേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഇങ്ങനെയുള്ള ഫാസ്റ്റ് കൂടുമെന്നുള്ളൊരു പ്രത്യേകത SSDക്ക് ഉണ്ട്. അതുമാത്രമല്ല SSD കമ്പാരിറ്റീവ്ലി കുറച്ച് ബാറ്ററി മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററി ലൈഫ് കുറച്ചൊക്കെ സേവ് ചെയ്യാൻ SSD സഹായിക്കും. അതേപോലെ ഇതിൻ്റെ സൈസും വെയിറ്റും കുറവാണ്. സൈസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ലാപ്ടോപ്പിൻ്റെ സൈസും അതിനനുസരിച്ച് കുറക്കാനോ അല്ലെങ്കിൽ വേറെ കമ്പോണൻസിന് വേണ്ടി ഇതിൻ്റെ ഈ സ്പേസ് ഉപയോഗിക്കാനോ കഴിയും. വെയിറ്റ് കുറയുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെയും വെയിറ്റ് കുറക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കുറേ ഉപകാരങ്ങൾ നമ്മളൊരു SSD എടുക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ മാക്സിമം ഒരു SSD ഉള്ള ലാപ്ടോപ്പ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. SSD ഉള്ള ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് കുറയും അല്ലെങ്കിൽ SSD സ്റ്റോറേജ് കുറയും. ഒരു 256 GB അല്ലെങ്കിൽ 512 GB ഒക്കെ നമുക്ക് SSDയിൽ സാധാരണ കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു SSDയും HDDയും രണ്ടും വരുന്ന ഒരു ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡും കിട്ടും എന്നാൽ അത്യാവശ്യം സ്റ്റോറേജും കിട്ടും. ചില ലാപ്ടോപ്സിലൊക്കെ HDD വരുന്ന ലാപ്ടോപ്സിൽ തന്നെ HDDയുടെ കൂടെ തന്നെ SSD വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ചില DVD ഡ്രൈവ് വരുന്ന ലാപ്ടോപ്സ് ആണെങ്കിൽ ആ DVD ഡ്രൈവ് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് SSD വെക്കാനുള്ള ഓപ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു SSD ഉള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും ഇങ്ങനെയുള്ള SSD ഉള്ള ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത്. അടുത്തതായിട്ട് പറയാനുള്ളതാണ് RAM. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ യൂസേജ് ഒക്കെ ആണെങ്കിൽ ഒരു സാധാരണ യൂസേജ് ഒക്കെയാണ് നമ്മൾ ലാപ്ടോപ്പ് വെച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 4 GB RAM തന്നെ ധാരാളമാണ്. ഇനി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഗെയിമിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 8 GB റാമെങ്കിലും വേണ്ടി വരും. ഒരു 16 GB ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ റാമിലൊക്കെ കൂടുതലും 2666 MHz ഉള്ള റാമാണ് ഇപ്പോൾ വരാറുള്ളത്. അപ്പോൾ മിനിമം ആ ഒരു MHz എങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കാം. അടുത്തതായിട്ടുള്ളതാണ് ബാറ്ററി ലൈഫ്.
ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പെക്സ് നോക്കുന്ന സമയത്ത് അതിൽ എത്ര ഹവേഴ്സ് ബാറ്ററി ലൈഫ് കിട്ടും എന്നുള്ളത് കമ്പനി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 6 hours ബാറ്ററി ലൈഫൊക്കെ ഉള്ള ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ അത് ഡീസൻ്റ് ആണ്, അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ് അത്. പക്ഷേ 6 hours എന്നുള്ളത് അവർ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസിൽ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 6 hours ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടില്ല. അവർ ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചിട്ടിട്ട് അങ്ങനെയുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു 6 hours ബാറ്ററി ലൈഫ് എന്ന് ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസിൽ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 4 hours ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതേപോലെ തന്നെ ബാറ്ററി ലൈഫ് നമുക്ക് നോക്കാനായിട്ട് ആ ഒരു ലാപ്ടോപ്പിൽ എത്ര സെൽസ് ബാറ്ററി ഉണ്ട് എന്നുള്ളത് കൂടെ ശ്രദ്ധിച്ചാൽ ഏകദേശം അതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് നമുക്ക് നോക്കാൻ കഴിയും. ഇനി അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബഡ്ജറ്റ് സ്ട്രെച്ചിങ് ആണ്. അതായത് നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ഫിക്സ് ചെയ്ത സമയത്ത് അതിനേക്കാൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സുള്ള ലാപ്ടോപ്പ് ഒരു കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് കിട്ടി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സെയിം പ്രൈസിന് തന്നെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തീരുമാനിക്കാമെന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് സ്ട്രെച്ചിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്തു. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ലാപ്ടോപ്പ്. i5 8th ജനറേഷൻ പ്രോസസ്സറും 8GB RAM ഉള്ളൊരു ലാപ്ടോപ്പ്. ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു ലാപ്ടോപ്പ് കണ്ട്, കുറച്ചുകൂടെ നല്ല i5 10th ജനറേഷൻ പ്രോസസ്സറുള്ള സെയിം ബ്രാൻഡിൻ്റെ ഒരു ലാപ്ടോപ്പ് കണ്ടു. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങണോ എന്നെങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷൻസിൽ പോകണം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലാപ്ടോപ്പിൻ്റെ പേജിൽ പോയിട്ട് ഇവിടെ കമ്പയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതെടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. അതേപോലെ ഇവിടെ ഷോ ഓൺലി ഡിഫറൻസസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഈ ലാപ്ടോപ്സ് തമ്മിലുള്ള ഡിഫറൻസസ് മാത്രം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോറേജിൽ രണ്ടിലും മാറ്റം വരുന്നുണ്ട്. i5 10th ജനറേഷൻ പ്രോസസ്സർ വരുന്ന ഈ ഒരു ലാപ്ടോപ്പിൽ 1TB ഹാർഡ് ഡിസ്കും 256GB SSD ആണ് വരുന്നത്. ഇതിൽ സ്റ്റോറേജ് കൂടുതലാണ്, എന്നാൽ SSD കപ്പാസിറ്റി കുറവാണ്. എന്നാൽ നമ്മൾ ആദ്യം നോക്കി വെച്ച ലാപ്ടോപ്പിലാണെങ്കിലോ HDD വരുന്നില്ല, 512GB SSD ആണ് വരുന്നത്. അതായത് ടോട്ടൽ സ്റ്റോറേജ് കുറവാണ്, എന്നാൽ SSD കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതിലേതാ നല്ലതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും യൂസ് വരുന്നത്. പിന്നെ വരുന്നത് ഇവിടെ ഗ്രാഫിക്സ് കാർഡ് നമ്മളെ 10th ജനറേഷൻ വരുന്ന ലാപ്ടോപ്പിൽ വെറും ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ആദ്യം നോക്കി വെച്ച 8th ജനറേഷൻ ലാപ്ടോപ്പിൽ അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. നിങ്ങളൊരു സാധാരണ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഗെയിം കളിക്കുന്നവരോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് ലാപ്ടോപ്സിലും ഏതാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രോസസ്സർ നന്നായെന്ന് വിചാരിച്ച് എല്ലാം നന്നാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ യൂസേജിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം ലാപ്ടോപ്പ് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യോജിച്ച നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പ്രോസസ്സറിനെ കുറിച്ചും ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ടു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.